നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മിണ്ടാതിരിപ്പിൻ്റെ മഹാഭാരതം സീരിയൽ ആക്ട് ചെയ്യാൻ പോയേക്കുകയാണ്. നിങ്ങൾ ലൈവായി നിങ്ങളുടെ കാര്യങ്ങളിൽ മുഴുകി മുന്നോട്ട് പോകുക. അവർ നിങ്ങൾ ഷൈൻ നടക്കുന്നത് കണ്ടിട്ട് തനിയെ ട്യൂൺ ചെയ്ത് വരും. അവർ ഈഗോ വെച്ചോണ്ടിരുന്നാൽ സിഗ്നൽ കിട്ടൂല. ഹായ് വെച്ചാൽ അവരുടെ ലോകം മാറും, മനസമാധാനം കിട്ടും. കുറ്റബോധം വന്ന് ഇതുങ്ങളുടെ ഉറക്കവും പോകും, ഫോണും ചൂടാകും. അവർ ഫോണെടുക്കും, 25 സോറി ടൈപ്പ് ചെയ്യും. ഈഗോ വന്ന് അത് ഡിലീറ്റ് ചെയ്യും. കുറ്റബോധം വന്ന് വീണ്ടും സോറി ഇടും. ഫോൺ ഹാങ് ആകും. അവിടെ ഈഗോയും കുറ്റബോധവും കൂടി ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. സീസൺ 10 എന്തൊക്കെയാണെങ്കിലും അവരുടെ മനസ്സിൻ്റെ TV വർക്ക് ചെയ്യണേൽ റിമോട്ട് വേണം. ആ റിമോട്ട് നിങ്ങളാണ്. ആഹാ ആഹാ. പിന്നെ എങ്ങനെയാണ് ഈ പ്രോബ്ലം മാറുക? അവർ ചിന്തിക്കട്ടേന്നേ. ചിന്തിക്കാനുള്ള ടൈമാണ് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അവരിങ്ങനെ മിണ്ടാത്തവൻ്റെ മഹാഭാരതവും കണ്ട് 100ാമത്തെ എപ്പിസോഡായിട്ടും ഹായ് അയക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ജീവിതം ട്രാജഡിയാണ് എന്ന് പറഞ്ഞ് മോങ്ങുകയേ ഉള്ളൂ. നടന്നു പോകുമ്പോൾ കല്ല് തട്ടി വീണാലും പറയും ഞാൻ കിങ് ആണെന്ന്. ഈഗോ സൈലൻ്റ് മോഡ് ഓണാക്കി വെക്കും. കുറ്റബോധം ചിരിക്കും. യൂണിവേഴ്സ് ആരാ മോൻ? ഓരോ 100 മീറ്ററിൻ്റെ ഇടയ്ക്കും നിങ്ങളെ ഓർക്കാനുള്ളത് അവരുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഡ്രാമയായിട്ടും മൂവിയായിട്ടും ഓൾഡ് സാഡ് സോങ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫാമിലി മീറ്റിംഗ് പോലെ ആക്കി കളഞ്ഞു അവരുടെ മനസ്സ്. ഫീലിങ്സ് സ്ട്രോങ് ആണ്, സിഗ്നൽ വീക്കുമാണ്. ബെസ്റ്റ് ടൈപ്പിംഗ് ഡിലീറ്റിംഗ് ചാമ്പ്യൻ അവാർഡ് ഈ വർഷം നിങ്ങളുടെ സെറ്റിന് അല്ലേ നിങ്ങളുടെ ചേച്ചിക്ക് തന്നെ കിട്ടും. നിങ്ങൾക്ക് സൺ എനർജിയുണ്ട്, സ്റ്റാർ എനർജിയുണ്ട്, രണ്ടും നിങ്ങളിലുണ്ട്. അവർ ഫ്ലൈറ്റ് മോഡ് മാറ്റാൻ ധൈര്യം സംഭരിക്കുന്നുണ്ട്. അവർ ആറ്റിറ്റ്യൂഡ് സിംഹങ്ങളാണല്ലോ. അവർ സെൽഫ് റെസ്പെക്റ്റൊക്കെ എടുത്ത് കണ്ണാടിയിലൊക്കെ നോക്കി ഈഗോയൊക്കെ ബൂസ്റ്റ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. ഐ ഡോണ്ട് കെയർ, നെവർ സെൻഡ് മെസ്സേജ് എന്നൊക്കെ വിചാരിച്ചാണ് ഇവർ ഇരിക്കുന്നത്. ഇത്രയും നല്ല ടാലൻ്റുള്ള ഇവർക്ക് ഒരു ഹായ് അയക്കാൻ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ സമാധാനമെങ്കിലും കിട്ടിയേനുമല്ലോ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ റേഡിയോ സ്റ്റേഷൻ അല്ലേ? സിഗ്നൽ ക്ലിയറായി വെച്ചാൽ റിസീവർ സ്വയം ട്യൂൺ ചെയ്യും. ഇത് കത്തേണ്ടവർക്ക് കത്തും. എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന് ഒന്നുകൂടെ കേട്ടു നോക്കിയാൽ മതി. തലയൊക്കെ വെച്ച് ഒന്ന് വർക്ക് ചെയ്താൽ കാര്യം പിടികിട്ടും. ഇനിയും കിളി പോയവരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിവിടുന്ന് ഡെയിലി സിഗ്നൽ അങ്ങോട്ട് അയച്ചാൽ അത് അവിടെ കിട്ടിത്തുടങ്ങും. റേഡിയോ അങ്ങനെയല്ലേ? കറക്റ്റായിട്ട് നിങ്ങൾ ട്യൂൺ ചെയ്താൽ പാട്ട് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ സിഗ്നൽ തടസ്സമില്ലാതെ അവിടെ കിട്ടിയാൽ ഇങ്ങി വന്നോളും. വന്നില്ലെങ്കിൽ പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന് യൂണിവേഴ്സ് പറയും. അത്ര തന്നെ. അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. അവർക്കിപ്പോൾ മനസ്സിൽ വലിയ ടെൻഷനാണ്. കുറ്റബോധം കാട്ടൽ പോലെ ഇരമ്പുന്നുണ്ട്. എങ്ങനെ ഇതുങ്ങൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നോ എന്തോ. ഇങ്ങനെ പോയാൽ പറ്റില്ല. മനസ്സിൽ കല്ല് ഇരിക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അവർക്ക് പറ്റുന്നില്ല ഗൈസ്, അവർക്ക് പറ്റുന്നില്ല. നിങ്ങളോടുള്ള കണക്ഷൻ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വിടൂലത്രേ. ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്, 2 ഓഫ് കപ്സ് ഉണ്ട്. ഒന്നിച്ചാണ് വന്നേക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഹൃദയബന്ധം അത്ര ഡെപ്തിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ്. അത് പിന്നെ നിങ്ങളല്ലേ സ്നേഹിച്ചത്? അവർ എങ്ങനെ പോവാനാണ്? ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സംസാരം കുറഞ്ഞിട്ടുണ്ട്, തുള്ളിച്ചാട്ടം കുറഞ്ഞിട്ടുണ്ട്, ആറാട്ടും പൂരവും ഒക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന ഘട്ടമാണ്. അവരുടെ കല്ലാക്കി വെച്ച ഹൃദയമൊക്കെ അലിഞ്ഞു തുടങ്ങുന്നുണ്ട്. മിസ്സിങ് എനർജി അവിടെ നന്നായി വർക്കിംഗ് ആണ്. അലിയട്ടെ അലിഞ്ഞങ്ങോട്ട് ഇല്ലാതാവട്ടെ. ഈ ഘട്ടം കഴിയുമ്പോൾ നിങ്ങളോട് മിണ്ടണം, സംസാരിക്കണം എന്ന് തോന്നുന്ന ഘട്ടം വരും. നിങ്ങളുടെ ആബ്സെൻസ്, നിങ്ങളുടെ സൈലൻസ് എന്നിവ അവരിൽ വർക്കാവുന്നുണ്ട്. പിന്നാലെ ചേസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ചേസ് ചെയ്താൽ അവർ ഓടും.
പട്ടിയായിട്ടേ അവർക്ക് നിങ്ങളെ തോന്നത്തുള്ളൂ. കാരണം നിങ്ങൾ കടിക്കാൻ ചെല്ലുവാണല്ലോ. കടിക്കാൻ വരുവാണെന്ന് തോന്നിയാൽ എന്താണ് ചെയ്യുന്നത്? പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ ഓടും എന്ന് പറയുന്നത് പോലെയാണ് അവർ. നിങ്ങൾ പുറകെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിപ്പോകത്തേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. എല്ലാവരോടും അവരുടെ പിന്നാലെ പോവരുത്, ചേസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. പിന്നാലെ പോയി എല്ലാവരും തല്ലുപിടുത്തമാണ്. പിന്നാലെ പോവാതെ സൈലൻ്റായിട്ട് ഇരിക്കുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സ് റിലേഷൻ അപ്രൂവ് ചെയ്ത് തരൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്ന് ഹൃദയത്തിലിരുന്ന് ഇപ്പോഴവരോട് ആരോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ തുടങ്ങണം, എങ്ങനെ വിളിക്കണം എന്നുള്ള ആശങ്കയിലാണ് അവർ. ഇവിടെ സൺ കാർഡ് ഉള്ളതുകൊണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നാണ്. അവർക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷനകത്ത് ക്ലാരിറ്റി വരും എന്ന്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ധൈര്യം കൂട്ടുകയാണ്. ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കണം. നിങ്ങളുടെ എനർജി ആ ഒരു സോഫ്റ്റ് എനർജി ആയിരിക്കണം. ആദ്യം നിങ്ങളെ ഹീൽ ചെയ്ത് ഒന്ന് ഓക്കെ ആക്കി ഒന്ന് അടുക്കി വെക്കണം. നിങ്ങൾ സ്റ്റേബിൾ ആണെന്ന് യൂണിവേഴ്സിന് തോന്നണം. അപ്പോഴാണ് ഈ റിലേഷൻ സെറ്റായി കിട്ടുക. ഇത് കാർഡ് വൈസിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരാളെ എഴുന്നേറ്റിരുന്ന് കരയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലെ ടെൻഷനാണ്, കുറ്റബോധമാണ്, ഉറക്കമില്ലായ്മയാണ്. അവർ നിങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന ചിന്തയിലാണ് അവർ എഴുന്നേറ്റിരുന്ന് കരയുന്നത് എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇതിനർത്ഥം മരണമാണ് എന്നല്ല, ഒരു ഘട്ടം അവസാനിച്ചിട്ട് പുതിയത് തുടങ്ങാൻ പോകുകയാണ് എന്നാണ്. പഴയ രീതിയിൽ ഇതിനി തുടരാൻ പറ്റില്ല, അവർക്കിനി അതിനുള്ള മനസ്സില്ല, മാറ്റം വേണം എന്നാണ് ആ ഒരു കാർഡിൽ നിന്ന് ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡുണ്ട്. ഹൃദയബന്ധവും ഇഷ്ടവും നിങ്ങളോടുള്ള അടുപ്പവും നിങ്ങളോടുള്ള ഫീലിങ്സും എല്ലാം അതുപോലെ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നിലായിട്ട് നിൽക്കുകയാണ് എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഇമോഷണൽ കണക്ഷനുണ്ട്. ഇത് വൺ സൈഡഡ് അല്ല, രണ്ടു പേർക്കും ഫീൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾക്ക് തരുന്നത്. ഇവിടെ ഒരു ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ആ ആൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയം എടുക്കുന്നു. അതുകൊണ്ടാണ് സൈലൻസ് എന്നാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കണം, ക്ലിയർ ചെയ്യണം എന്നൊക്കെ അവരുടെ മൈൻഡിൽ തോന്നുന്ന കാർഡാണ് നൈറ്റ് ഓഫ് സോർട്സ്. ഒരാൾ കുതിരപ്പുറത്ത് ഓടുന്ന ഒരെണ്ണമുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ട് ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അവരൊരു വലിയ തീരുമാനം എടുക്കും എന്നാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അവർ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആത്മപരിശോധനകൾ നടത്തുകയാണ് എന്നാണ് ആ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ കാർഡുണ്ട്. ഇത് നമുക്ക് പ്രതീക്ഷ തരുന്ന കാർഡാണ്. നമ്മൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബന്ധത്തിലൊരു ക്ലാരിറ്റി വരും എന്നാണ് ആ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല എനർജിയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ സൺ കാർഡ് ഉള്ളത് കൊണ്ട് ഒന്നും പേടിക്കേണ്ട, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ്. സന്തോഷം, നിങ്ങളുടെ സംസാരം ഒക്കെ നടന്നു കഴിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? അവരുടെ മൈൻഡ് ഇപ്പോൾ എന്താണ്? അവർ എന്താണ് നിങ്ങളെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യം എന്താണ് എന്നറിയാൻ പറ്റൂ. ഇവിടെ ഉപയോഗിക്കുന്നത് ഒരുപാട് പേരുടെ എനർജിയാണ്. അത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല, അത് ഒരു സ്പർശമാണ്, എനർജിയാണ്, ഒരു വൈബാണ്. ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല,
നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗ്ഗാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റാകും, വൈബ് വാമാകും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും. ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത്, ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ, സമാധാനം കിട്ടാൻ, സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക. നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട. ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും, പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും, ക്യാഷ് പിന്നീടും തരും. സിട്രിൻ എനർജി അങ്ങനെയാണ്. ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും, ചിൽ ബോസ്, നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാൻ ആണ് എന്ന്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും. മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും. ഇൻ്റർവ്യൂ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ബിസിനസ് കോൾ വന്നോ, പേടി വേണ്ടേ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും. പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ, ലൈറ്റ് മോഡ് ഓണാകും. നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി, അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും. ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും. മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ്. ബിസിനസ്, ജോലി, സെയിൽസ്, ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആകും. റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ, കരിയർ ഗ്രോത്തിനും, ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക. ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ്, പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ്, ഒന്ന് റോ യെല്ലോ കളറാണ്. ഇത് റോ യെല്ലോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം.